കല്യാണം കഴിക്കാനുള്ളവരാണ് എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തതാണ് കൾച്ചറൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ രണ്ട് കൂട്ടർ വളർന്നു വന്ന സാഹചര്യത്തിലുള്ള വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ. ചില വീടുകളുണ്ടാവും മിതമായ രീതിയിൽ ആഘോഷങ്ങളും യാത്രകളും പുറത്തുപോയി ഭക്ഷണം കഴിക്കലും ഇതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്ന വീടുകളുണ്ടാവും. മറ്റു ചില വീടുകളുണ്ടാവും ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ആർഭാടങ്ങളായിട്ട് കാണും. എല്ലാത്തിനും കണക്കെഴുതി വെക്കും. പുറത്തു പോകാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മതപരമായ ചില രീതികളിൽ മിതമായ മതപരമായ രീതികൾ നല്ലതാണ്, അതിനപ്പുറത്തേക്ക് അന്ധമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന വീടുകളിലേക്ക് പുറത്തു നിന്ന് ഇതൊന്നും ശീലമില്ലാത്ത ഒരാൾ കയറി വരുമ്പോൾ അത് വഴക്കുകൾക്ക് കാരണമാകാറുണ്ട്. കൗൺസിലിങ്ങിലൊക്കെ ഇത്തരം ക്യാരക്ടറുകളിലെ വഴക്കുകൾ ഒരുപാട് എത്തിച്ചേരാറുണ്ട്. ഇനി രണ്ടാമത്തതാണ് നെഗറ്റീവുകളെ തിരിച്ചറിഞ്ഞാൽ പോലും അതിനെ അംഗീകരിക്കാതിരിക്കുക. പ്രണയബന്ധങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. തൻ്റെ പങ്കാളിയുടെ ഭാഗത്തെ നെഗറ്റീവുകൾ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞാൽ പോലും അതിനെ അംഗീകരിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ അതൊക്കെ ശരിയാക്കുമെന്ന് പറയും. അവനവൻ്റെ സ്വഭാവം വരെ ഒരാൾക്ക് കൃത്യമായി ശരിയാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്വഭാവം ശരിയാക്കാൻ കഴിയുക? അവനവൻ്റെ സ്വഭാവം ശരിയാകണമെങ്കിൽ അവനവൻ തന്നെ തീരുമാനമെടുക്കണം. ഒരാൾക്കും ഒരാളുടെ സ്വഭാവത്തെ ശരിയാക്കാൻ കഴിയില്ല. ഇനി മൂന്നാമത്തതാണ് സ്ട്രിക്ട്ലി പാരൻറ്റിംഗ് ഉള്ള വീടുകളും അതുപോലെ തന്നെ ഡിമാൻഡുകൾ വെക്കുന്ന വീടുകളും. സ്ട്രിക്ട്ലി പാരൻറ്റുകൾ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മാത്രം പറയുന്നത് കേൾക്കുന്ന മക്കളുണ്ടാകും. അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു അടി മുന്നോട്ട് വെക്കൂല. ന്യായമാണോ അന്യായമാണോ ഒന്നും അവിടെ ചോദ്യം ഉണ്ടാവില്ല. അങ്ങനെ വളർന്നു വരുന്ന വീടുകളിൽ പലപ്പോഴും ഇവരതിൽ യൂസ്ഡ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ പലപ്പോഴും പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളുടെ ഭാഗമായിട്ടും തീരാറുണ്ട്. ഇവരുടെ ചൈൽഡ്ഹുഡിൽ ഈ സ്ട്രിക്ട്ലി പാരൻറ്റിങ് കിട്ടിയവരൊക്കെ ഇത്തരത്തിൽ ആയിത്തീരാൻ സാധ്യത കൂടുതലാണ്. അത് നല്ലൊരു പ്രൊഫഷണലിന് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അതേപോലെ തന്നെ ഇത്തരം വീടുകളിൽ പലപ്പോഴും ഡിമാൻഡുകൾ വെക്കാൻ പാടുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ജോലി നിർത്തണം, പഠനം നിർത്തണം, അങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെയൊക്കെ മുൻകൂട്ടി തന്നെ ഡിമാൻഡുകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദാമ്പത്യം മുന്നോട്ട് പോകാൻ അതൊക്കെ തടസ്സങ്ങളാകും, വഴക്കുകൾക്ക് കാരണമാകും. വിവാഹം എന്നത് രണ്ടാളുകൾ തമ്മിൽ, ഏതോ അച്ഛനും അമ്മയും ജനിച്ചിട്ടുള്ള രണ്ടാളുകൾ തമ്മിൽ ഒന്നായി തീർന്ന ഒരു മുഹൂർത്തമാണ്. ഒരിക്കലും അവർ ഒന്നല്ല എന്നത് തിരിച്ചറിയുക. സ്വന്തം പങ്കാളിയെ ആദ്യം അവരായിട്ട് അംഗീകരിക്കുക, പിന്നീട് അവർക്ക് അതിനുള്ള ബഹുമാനം കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് വിവാഹ ജീവിതം മുന്നോട്ട് പോവുക.